ആനഗുഡ്ഡെ സിദ്ധിവിനായക ക്ഷേത്രം കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കുംപാഷി എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉടുപ്പി നഗരത്തിൽ നിന്നും വടക്കോട്ട് മാറി ഏകദേശം 25 കിലോമീറ്ററും കുന്താപുരയിൽ നിന്നും ഏകദേശം 9 കിലോമീറ്ററും ദൂരത്തിലാണ് ഈ പുണ്യസ്ഥലം. ആനെ എന്നാൽ ആനയും, ഗുഡ്ഡെ എന്നാൽ കുന്നിൻ ചെരുവ് എന്നുമാണ് അർത്ഥം കന്നഡയിൽ. അതായത് ആനയുടെ മുഖമുള്ള വിനായകൻ കുടികൊള്ളുന്ന കുന്ന് എന്നാണ് ഈ പേര് വന്നത്. അതല്ലെങ്കിൽ അതാണ് ഈ പേരിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നോക്കിയാൽ ഇതൊരു സ്വയംഭൂ ക്ഷേത്രമായാണ് കണക്കാക്കുന്നത്. അതായത് ഇവിടുത്തെ വിനായക വിഗ്രഹം മനുഷ്യനിർമ്മിതമല്ല, സ്വയം പ്രകടമായതാണെന്നാണ് വിശ്വാസം. തുടക്കത്തിൽ ഇതൊരു ചെറിയ പുൽക്കുടിലായിരുന്നു. പിന്നീട് ഭക്തരുടെയും ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ ഇതൊരു വലിയ ക്ഷേത്രമായി വികസിപ്പിച്ചെടുത്തു. ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. 1985 ശേഷം വലിയ രീതിയിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമൻ കടലിൽ നിന്ന് വീണ്ടെടുത്ത 7 പുണ്യസ്ഥലങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ഒരു ക്ഷേത്രം കണക്കാക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ വിശ്വേശ്വര ഉപാധ്യായ എന്ന പ്രാദേശിക ബ്രാഹ്മണ ഭക്തനാണ് ഇവിടെ ആദ്യമായി പൂജകൾ ആരംഭിച്ചതും ജനങ്ങളുടെ സഹായത്തോടുകൂടി ഇതൊരു ചെറിയൊരു ആരാധനാലയമായി പണിതതും എന്നും പറയാം. ക്ഷേത്രങ്ങളുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും 2 ഐതിഹ്യമാണുള്ളത്. അത് ഒന്ന് കുംഭാസുര വധമാണ്. അതിനകത്ത് ദ്വാപരയുഗത്തിൽ ഈ പ്രദേശം കടുത്ത വരൾച്ചയിൽ ദുരിതത്തിലായിരുന്നതായി പറയുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറ്റാനും മഴ പെയ്യിക്കാനുമായി അഗസ്ത്യ മഹർഷി ഇവിടെ വലിയൊരു യജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന കുംഭാസുരൻ എന്ന ക്രൂരനായ അസുരൻ മഹർഷിയുടെ യജ്ഞം തടസ്സപ്പെടുത്താനും ഋഷിമാരെ ഉപദ്രവിക്കുവാനും തുടങ്ങി. ഈ സമയത്താണ് പാണ്ഡവർ തങ്ങളുടെ വനവാസത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്ത് എത്തിച്ചേർന്നത്. യജ്ഞം സംരക്ഷിക്കുന്നതിനായി അഗസ്ത്യ മഹർഷി പാണ്ഡവരുടെ സഹായം തേടി. മഹർഷിയുടെ അഭ്യർത്ഥന പ്രകാരം പാണ്ഡവരിൽ ശക്തനായ ഭീമസേനൻ കുംഭാസുരനെ നേരിടാൻ പുറപ്പെട്ടു. എന്നാൽ അസുരൻ വളരെ ശക്തനായിരുന്നതിനാൽ ആദ്യമൊന്നും അവനെ തോൽപ്പിക്കുവാൻ ഭീമന് സാധിച്ചില്ല. തൻ്റെ ഭക്തരെ സംരക്ഷിക്കാനായി ഈ സമയം ഗണപതി ഭഗവാൻ ഒരു ആനയുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഭീമന് ഒരു വാൾ സമ്മാനമായി നൽകുകയും ചെയ്തു. അസി അഥവാ വാൾ. ഭഗവാൻ നൽകിയ ആ ദിവ്യവാൾ ഉപയോഗിച്ച് ഭീമൻ കുംഭാസുരനെ വധിച്ചു. അസുരനായ കുംഭാസുരൻ്റെ പേരും ഭീമൻ ഉപയോഗിച്ച വാളിൻ്റെ പേരും, അതായത് വാളും കൂടെ ചേർത്ത് അസിയും കൂടെ ചേർത്താണ് ഈ സ്ഥലത്തിന് കുംഭാഷി എന്ന പേര് ലഭിച്ചത്. വിഘ്നങ്ങൾ നീക്കി യജ്ഞം പൂർത്തിയാക്കാൻ സഹായിച്ച ഗണപതി ഭഗവാനോടുള്ള നന്ദി സൂചകമായാണ് പിന്നീട് ഈ കുന്നിന് മുകളിൽ ഭഗവാനെ ആരാധിക്കുവാൻ തുടങ്ങിയത്. മറ്റൊരു പ്രാദേശിക ഐതിഹ്യം ക്ഷേത്രത്തിലെ ആരാധനയുടെ തുടക്കത്തെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന വിശ്വേശ്വര ഉപാധ്യായ എന്ന പരമഭക്തനായ ബ്രാഹ്മണൻ്റെ സ്വപ്നത്തിൽ ഒരു കൊച്ചു ബാലൻ പ്രത്യക്ഷപ്പെടുകയും തനിക്ക് വിശക്കുന്നു എന്ന് പറയുകയും ചെയ്തു. സ്വപ്നത്തിൽ ആ ബാലൻ ഉപാധ്യായയെ കൂട്ടി ഒരു നാഗാചല എന്ന കാട്ടുപ്രദേശത്തേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള ഒരു വലിയ ശിലയ്ക്ക് സമീപം അപ്രത്യക്ഷനാവുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഉപാധ്യായ സ്വപ്നത്തിൽ കണ്ട സ്ഥലം തേടിയിറങ്ങി. അദ്ദേഹം നിത്യവും കുളിക്കാനും പൂജാപുഷ്പങ്ങൾ ശേഖരിക്കുവാനും പോകുന്ന വഴിയിലുള്ള ഒരു കാട്ടുപുകയ്ക്ക് സമീപം സ്വപ്നത്തിൽ കണ്ട അതേ ശില കണ്ടെത്തി. അത് കാട്ടുപൂക്കളാൽ മൂടപ്പെട്ട് അതീവ ദിവ്യമായി ശോഭിക്കുകയായിരുന്നു. ഭക്തിപൂർവം അദ്ദേഹം അവിടെ വെച്ച് ഭഗവാന് പൂജകൾ ചെയ്യുവാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പശു ആ ശിലയ്ക്ക് മുകളിൽ തനിയെ പാൽ ചുരത്തുന്നത് കാണാനിടയായി. അതോടെ ഇതൊരു സ്വയംഭൂ ലിംഗമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും അവിടെ ഒരു ചെറിയ പുൽക്കുടിൽ കെട്ടി പൂജകൾ തുടരുകയും ചെയ്തു. കാലക്രമേണ അതാണ് ഇന്നത്തെ മഹാക്ഷേത്രമായി മാറിയത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് പരശുരാമ ക്ഷേത്രങ്ങളിൽ, കർണാടകയിലെ 7 മുക്തിസ്ഥലങ്ങളായ പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെയുള്ള ഗണപതി വിഗ്രഹം ഒരു സ്വയംഭൂ ലിംഗമായാണ് കണക്കാക്കുന്നത്. 12 അടിയോളം ഈ വിഗ്രഹത്തിന് നിൽക്കുന്ന ഭാവത്തിൽ ഉയരമുണ്ട്. ഭഗവാനെ വെള്ളി കൊണ്ടുള്ള കവചവും സ്വർണ്ണമുഖവും ചാർത്തിയിരിക്കുന്നുണ്ട്. ഭഗവാന്റെ 4 കൈകളിൽ 2 ഭക്തർക്ക് വരദാനങ്ങൾ നൽകുന്ന രീതിയിലും
അഥവാ വരദഹസ്തത്തിലും മറ്റ് 2 എണ്ണം മോക്ഷത്തെ സൂചിപ്പിക്കുന്ന രീതിയിൽ താഴേക്കുമാണുള്ളത്. ഇവിടെ പ്രധാന വഴിപാടായിട്ട് ഗണപതി ഹോമവും തുലാഭാരവുമൊക്കെ നടത്താറുണ്ട്. ഇവിടെയുള്ള ഭക്തർക്ക് ഉച്ചസമയത്ത് സൗജന്യമായിട്ടൊക്കെ അന്നദാനവും ലഭിക്കാറുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 5 മുതൽ രാത്രി 8 വരെ തുറന്നിരിക്കുന്നുണ്ടാവും. പ്രത്യേക ഉത്സവ സമയങ്ങളിലും അതുപോലെ സങ്കഷ്ട ചതുർത്ഥി ദിവസങ്ങളിലുമൊക്കെ സമയത്തിലൊക്കെ മാറ്റമുണ്ടാവാറുമുണ്ട്. ഈ ഇവിടുത്തെ വസ്ത്രധാരണ രീതി സാധാരണ പരമ്പരാഗതവും മാന്യവുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് നിഷ്കർഷിക്കുന്നത്. പുരുഷന്മാർ മുണ്ടും അല്ലെങ്കിൽ ക്ഷേത്രത്തിനുചിതമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. സ്ത്രീകളും അതുപോലെ തന്നെ ക്ഷേത്ര ആചാരങ്ങൾക്ക് ഉചിതമായിട്ടുള്ള വസ്ത്രങ്ങളും ഇവിടെ ധരിക്കുവാൻ അവർ നിഷ്കർഷിക്കാറുണ്ട്. ഷോർട്ട്സ്, മിനി സ്കർട്ടുകൾ, സ്ലീവ്ലെസ് ആയിട്ടുള്ള വസ്ത്രങ്ങളോ ലോ വേസ്റ്റ് ജീൻസുകളോ അതുപോലുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് പ്രവേശിക്കാതിരിക്കുന്നത് ഉചിതമായിരിക്കും. എങ്ങനെ നമുക്കിവിടെ എത്തിച്ചേരുമെന്ന് നോക്കിയാൽ, മംഗലാപുരത്ത് നിന്നും മംഗലാപുരത്ത് നിന്നാണെങ്കിൽ ഉടുപ്പിയിൽ നിന്ന് ഏകദേശം കുന്താപുരയിലേക്ക് പോകുന്ന ദേശീയപാത 66 NH 66 കുംഭാഷി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ എപ്പോഴും ഈ കുംഭാഷിയിലേക്ക് എപ്പോഴും നമുക്ക് ബസ്സുകൾ അല്ലെങ്കിൽ ടാക്സികളൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് നടന്നു കയറാം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാവുന്നതാണ്. റെയിൽ മാർഗ്ഗമാണെങ്കിൽ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുന്താപുര റെയിൽവേ സ്റ്റേഷനാണ്. ഏകദേശം 9 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷനുള്ളത്. ഉടുപ്പി റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ ഇവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ്. ഇവിടുന്നൊക്കെ ടാക്സിയിലോ ബസ്സിലോ ഒക്കെ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. വിമാനമാർഗ്ഗമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അടുത്ത്. ഏകദേശം 90 കിലോമീറ്റർ ദൂരമാണ് ഇവിടെ നിന്ന് ഈ എയർപോർട്ടിലേക്കുള്ളത്. അപ്പം സാധനാപഥത്തിനൊപ്പം നമുക്ക് ഏവർക്കും സന്ദർശിക്കാം മറ്റൊരു പ്രധാന ക്ഷേത്രമായ അനഗുഡ്ഡെ സിദ്ധിവിനായക ക്ഷേത്രം. സ്വാഗതം.